സിപിഐഎമ്മിന്റെ സംസ്ഥാന നേതൃയോഗം ഇന്ന് അവസാനിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിലയിരുത്തലിനായാണ് യോഗം ചേർന്നത്. മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മാനസ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. AKG സെന്ററിന് മുൻപിലാണ് മാനസ നിൽക്കുന്നത്. CPM നേതൃയോഗങ്ങൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു. ഇന്നലെയും ഇന്നുമായി സംസ്ഥാന സമിതി യോഗം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാന അജണ്ടയായിട്ട് വന്നിട്ടുണ്ടാകുക. എന്തൊക്കെ കാര്യങ്ങൾ? വാർത്താ സമ്മേളനം എപ്പോഴായിരിക്കും സംസ്ഥാന സെക്രട്ടറിയുടെ? തീർച്ചയായും വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 3 ദിവസമായി കമ്മിറ്റിയും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റും നടക്കുകയാണ്. ശനിയാഴ്ച സെക്രട്ടേറിയറ്റ് ആയിരുന്നു. ഇന്നലെയും ഇന്നുമായാണ് CPMന്റെ സംസ്ഥാന സമിതി നടക്കുന്നത്. അതിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവുമായി ബന്ധപ്പെട്ടുണ്ടായ തിരിച്ചടി തന്നെയാണ് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ഈ ഒരു ഫലം വന്നതിന് പിന്നാലെ തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഫലം അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടായത് എന്നതിൻ്റെ വിലയിരുത്തൽ പാർട്ടിയിൽ നടത്തും എന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റ് ഇടങ്ങളിലൊക്കെയും തന്നെ, അതായത് ജില്ലാ നേതൃത്വത്തിൽ ഒരു അവലോകനം നടത്തി ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റും അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയും നടക്കുന്നത്. കമ്മിറ്റിയിലും പ്രധാനമായും ഇനി എന്താണ് തുടർ നടപടികളായി സ്വീകരിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒപ്പം തന്നെ എവിടെയാണ് പാളിച്ച സംഭവിച്ചത്, അതോടൊപ്പം തന്നെ ഈ 10 വർഷക്കാലം എന്ന് പറയുന്നത് ചെറിയ വർഷമല്ല, അത് മാത്രമല്ല ചെറിയ നേട്ടത്തിന്റെ വർഷം കൂടി തന്നെയാണ്. അതായത് എല്ലാ മേഖലകളിലും വളരെ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെയും തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, ഇടത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ അതെന്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിയില്ല, എവിടെയാണ് ശ്രദ്ധയില്ലായ്മ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് അതായത് യോഗത്തിൽ എല്ലാം ചർച്ചയാകും. എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തു, എന്തൊക്കെയാണ് നടപ്പാക്കിയത് എന്നതടക്കമുള്ളവ ചർച്ച ചെയ്യുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇതിനെ മറികടക്കാൻ വേണ്ടി ചെയ്യേണ്ട പരിഹാര മാർഗങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ഇന്നുകൂടി, അതായത് ഇന്ന് ഉച്ചവരെയും സംസ്ഥാന കമ്മിറ്റി ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനം വിളിക്കും. വാർത്താ സമ്മേളനത്തിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുക. എന്തൊക്കെ നടപടികളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി വെറും മാസങ്ങൾ മാത്രമാണ്, അതായത് 1-2 മാസങ്ങൾ മാത്രമാണ്. ഉടനെ തെരഞ്ഞെടുപ്പ് തീയതിയൊക്കെയും തന്നെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ അതീവ സജ്ജരാകാനുള്ള എല്ലാ നീക്കങ്ങളും നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം LDFന്റെ യോഗവും നടന്നിരുന്നു. യോഗത്തിലും പ്രധാനമായും ഇക്കാര്യം തന്നെയാണ് മുന്നണിയിൽ ചർച്ചയായിട്ടുള്ളത് എന്നാണ് വിലയിരുത്തൽ. അക്കാര്യവും LDF കൺവീനർ TP രാമകൃഷ്ണൻ വരും ദിവസങ്ങളിൽ അറിയിക്കാം എന്ന നിഗമനമാണ് ഉള്ളത്. ഏതായാലും നിലവിൽ CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഉച്ചയോടെ തീർന്ന് വൈകുന്നേരം ഒരു 3 മണിക്കോ 4 മണിക്കോ അതിനിടയിലോ പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്നത് വ്യക്തമാക്കും. വിനിഷ.